1789 ഫ്രഞ്ച് വിപ്ലവ ചരിത്രം സിറിയൻ രാഷ്ട്രീയ സൈദ്ധാന്തികനായിരുന്ന മൈക്കൽ അഫ്ലാഖിന്റെ കൃതികൾ, എബ്രഹാം ലിങ്കൺ, സൺയാറ്റ്സെൻ, മുസ്തഫ കമാൽ അറ്റാതുർക്ക് എന്നിവരുടെ ജീവചരിത്രങ്ങൾ ഇവയൊക്കെ ഗദ്ദാഫിയുടെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും വല്ലാതെ സ്വാധീനിച്ചിരുന്നു. ലിബിയ സർവകലാശാലയിൽ നിന്നും ചരിത്രത്തിൽ ഡിഗ്രി നേടിയതിനു ശേഷം 1963 തന്റെ സമാന ചിന്താഗതിക്കാരായ കുറെ സഹപാഠികളും ഒരുമിച്ച് ഗദ്ദാഫി മിലിറ്ററി അക്കാഡമിയിൽ ചേർന്നു. അന്നത്തെ രാജാവായിരുന്ന ഇദ്രിസിന്റെ കീഴിലുള്ള സായുധ സേനയെ പരിശീലിപ്പിച്ചിരുന്നത് ബ്രിട്ടൻ ആർമിയായിരുന്നു. സാമ്രാജ്യത്വവാദികളായ ബ്രിട്ടീഷുകാരെ ഗദ്ദാഫി ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. അവരോടുള്ള വിരോധം കാരണം ഇംഗ്ലീഷ് പഠിക്കുവാനൊന്നും ഈ മിലിറ്ററി അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം തീരെ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, ബ്രിട്ടീഷ് സൈനികരോടും ഉദ്യോഗസ്ഥരോടുമൊക്കെയുള്ള ഗദ്ദാഫിയുടെ പെരുമാറ്റം വല്ലാതെ പരുഷമായിട്ടുള്ളതായിരുന്നു. ഗദ്ദാഫി അവരുടെ കണ്ണിലെ കരടായി മാറി. പരീക്ഷകളിലൊക്കെ അവർ ഗദ്ദാഫിയെ പരാജയപ്പെടുത്തി. ഒരു ബ്രിട്ടീഷ് സൈനിക കമാൻഡറുടെ കൊലപാതകം ഉൾപ്പെടെ പെരുമാറ്റ ലംഘനങ്ങളും ഒക്കെ ചേർത്ത് ഗദ്ദാഫിക്കെതിരെ അവർ ഒരുപാട് പരാതികൾ സമർപ്പിച്ചു. എന്നാൽ ഈ പരാതികളും റിപ്പോർട്ടുകളും ഒക്കെ തീർത്തും അവഗണിക്കപ്പെട്ടു. 1964 ആയപ്പോഴേക്കും ഗദ്ദാഫി ഒരു കൂട്ടം വിശ്വസ്തരായ കേഡർമാരായ കൂട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ച് സെൻട്രൽ കമ്മിറ്റി ഓഫ് ദി ഫ്രീ ഓഫീസേഴ്സ് മൂവ്മെന്റ് എന്നൊരു സംഘടന ഗദ്ദാഫി രൂപീകരിച്ചു. അവർ രഹസ്യമായി മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിച്ചു. ആ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ശമ്പളം ഒരൊറ്റ ഫണ്ടായി യോജിപ്പിച്ചു. ഗദ്ദാഫി ലിബിയയിലുടനീളം സഞ്ചരിച്ച് രഹസ്യാന്വേഷണ വിവരങ്ങളൊക്കെയും ശേഖരിക്കുകയും തങ്ങളോട് അനുഭവമുള്ള വ്യക്തികളെ കൂടി സംഘത്തിൽ ചേർത്ത് സംഘടന വിപുലമാക്കുകയും ചെയ്യുന്ന പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ഗദ്ദാഫി അന്നേ ലിബിയൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണിൽ പെട്ടിരുന്നു. എന്നാൽ അത്ര കണ്ട് അപ്രസക്തമാണ്, അശക്തമാണെന്നൊക്കെ കരുതി അവർ അവഗണിക്കുകയായിരുന്നു. 1965 ഓഗസ്റ്റിൽ ബിരുദധാരിയായ ഗദ്ദാഫി സൈന്യത്തിന്റെ സിഗ്നൽ കോർപ്സിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫീസറായി. സൈന്യത്തിൽ പിന്നീട് ഒട്ടേറെ കോഴ്സുകൾ ഗദ്ദാഫി പാസ്സാവുകയുണ്ടായി. മേൽ പരിശീലനങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി ഗദ്ദാഫിയെ UK അയക്കുകയുണ്ടായി. അവിടെയും ആരെയും കൂസാതെ തന്റെ പരമ്പരാഗതമായ അറബ് ഐഡന്റിറ്റിയിൽ, ആ വസ്ത്രധാരണത്തിലൊക്കെയാണ് അവിടെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. എന്നാൽ ഒപ്പം വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുകയും ചെയ്തു. 1960 ആയപ്പോഴേക്കും ഇദ്രിസിന്റെ ഭരണം ജനങ്ങൾ തീർത്തും വെറുത്തിരുന്നു.